ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായം വർച്ചനം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് യുവാക്കൾക്കിടയിലുള്ള വലിയൊരു പ്രതിസന്ധിയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നുള്ളത് ഒരു ധാരണയിൽ എത്തിയതിന് തന്നെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് ഞങ്ങളുടെ നാട്ടിലാണ്. കോട്ടയത്ത് കൂരാലി വഞ്ചിമല എന്ന പ്രദേശത്ത് നിൽക്കുന്ന ഒരു പയ്യനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഈ ഒരു ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ അതിന് പിന്നിൽ ആത്മഹത്യക്ക് നയിച്ച അദ്ദേഹത്തിനുള്ള കാരണങ്ങളാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കാരണം അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്ന ഷെഡ്യൂൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് നാം എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് പിന്നിൽ ചെയ്തിടാം, അത് നിങ്ങൾ വായിക്കുക. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യവും ഇതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഒരു വ്യക്തി എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും ആ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ പീഡനങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഏറ്റവും ആദ്യം കൂട്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു RSSകാരനാകരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അനന്തു എന്ന 26 വയസ്സ് മാത്രമുള്ള പയ്യൻ്റെ ആത്മഹത്യ ഒരു തുടക്കമാകുന്നു. അതിനെ ഇനി ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് നാം വായിക്കുമ്പോൾ. അവസാന ഭാഗങ്ങളിലേക്ക്, ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് തികച്ചും സങ്കടം വരും. ബന്ധങ്ങളുടെ വില മനസ്സിലാവും. അദ്ദേഹം ജീവിതത്തിൽ നിസ്സഹായനായി പോയ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാം. ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ഉള്ളടക്കം ഞാൻ പറയാം. പരാമർശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ RSS ശാഖയിലേക്കും ക്യാമ്പുകളിലേക്കും പോയി. അവിടെ അദ്ദേഹത്തിന് നിരവധിയാർന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹം പറയുന്ന ഇത്രയുമാണ്: എന്നെ ശാരീരികമായി RSSൻ്റെ നേതാവ്, ഉന്നത പദവിയിൽ നിൽക്കുന്ന നേതാവ് ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കലി അബ്യൂസ് ചെയ്തെന്ന് പറയുന്നു. ഒരു യുവാവ് ഫിസിക്കലി അബ്യൂസ് ചെയ്തു എന്ന് സമൂഹത്തിന് മുന്നിൽ പറയുമ്പോൾ അതൊരു ഫിസിക്കലി അബ്യൂസ് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിക്കുള്ള ഒരു തൊടലും അല്ലെങ്കിൽ സാധാരണ രീതിക്കുള്ള ഒന്നും തന്നെ ഒരു ഫിസിക്കൽ അബ്യൂസ് ആകുന്നില്ല ചെറുപ്പക്കാർക്കിടയിൽ. പ്രായം ആയിരുന്ന ഒരു മുതിർന്ന നേതാവ് എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അദ്ദേഹം പരാമർശിക്കുന്ന പേരിൻ്റെ തുടക്കം തന്നെ NM എന്നാണ്. NM ആരാണ്? NM എവിടെയാണ്? NM ഇനിയുമുണ്ടോ? ഇതുപോലെയുള്ള NMകൾ ഇനിയും ഈ സംഘടനയിൽ വെച്ച് കുറിപ്പിക്കുന്നുണ്ടോ? RSSൻ്റെ ശാരീരിക പീഡനങ്ങൾക്കിരയായിരിക്കുന്ന ബാലൻ, നമുക്ക് ഏറ്റവും ഉദാഹരണമായി അതിന് നമ്മുടെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ സംഘടനയിലേക്ക് വന്നത് തന്നെ അച്ഛൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ നിർബന്ധത്തിലാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു കാലയളവ് മൊത്തം RSSലെ ജീവിതത്തിൽ അദ്ദേഹം സമർപ്പിച്ചു. അതിന് അച്ഛൻ്റെ മരണശേഷം അദ്ദേഹം അതിനോട് വിട പറയുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പെങ്ങള് മറ്റൊരു മതസ്ഥതയിലുള്ള പുരുഷനുമായി പ്രണയത്തിലാകുന്നത്. ആ പ്രണയത്തിൽ അദ്ദേഹം അതിനെ സബലീകരിക്കാൻ വേണ്ടി അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനെയൊക്കെ രാഷ്ട്രീയമായി വളച്ചൊടിച്ച് ഇദ്ദേഹത്തിനെതിരെ ആ സംഘടന ഒരു ശത്രുവായി മാറുകയായിരുന്നു. ഫിസിക്കൽ അബ്യൂസ് ഒന്നാമത്തേതായി അദ്ദേഹം ഇതിനൊരു കാരണം പറയുന്നു. അതിൽ പരം അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന മെൻ്റൽ സ്ട്രെസ്സിനെ അദ്ദേഹം രണ്ടാമതായി പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഭീകരമായി ഉടലെടുക്കുന്ന ഒരു പ്രശ്നമാണ് മെൻ്റൽ സ്ട്രെസ്. എന്താണ് മെൻ്റൽ സ്ട്രെസ്? മാനസികമായി ഉള്ള പ്രശ്നം, OCD എന്ന് നമുക്ക് പറയാം. ആ മെൻ്റൽ സ്ട്രെസ് അദ്ദേഹത്തിന് OCD ആയി മാറുകയും ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എന്നെ തന്നെ, എൻ്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലായിരുന്നു, എൻ്റെ ആരോഗ്യത്തെ എനിക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലായിരുന്നു, എൻ്റെ മാനസിക ആരോഗ്യത്തെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണമായ എന്താണ്? നമുക്കെല്ലാവർക്കും കുട്ടിക്കാലത്തുണ്ടായിരിക്കുന്ന ദുരനുഭവങ്ങൾ നമുക്കെന്നും ഒരു ട്രോമയായിട്ടാണ് മനസ്സിൽ നിൽക്കുന്നത്. ആ ട്രോമയുടെ ഫലമായി സംഭവിക്കുന്ന ഒരു തരം മാനസികമായുള്ള ഒരു അവസ്ഥയാണ്, രോഗമല്ല, ഒരവസ്ഥയാണ് ഈ OCD എന്ന് പറയുന്നത്.
ഈ കുറിപ്പുകൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് സൗഹൃദങ്ങളിൽ അദ്ദേഹം വില കൽപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പെങ്ങളെയും അമ്മയെ അദ്ദേഹം വില കൽപ്പിച്ചു. ഇവിടെയെല്ലാം ചോദ്യചിഹ്നമായി പോകുന്നത് RSSന്റെ അജണ്ടകളെ കുറിച്ചാണ്. RSS സംഭാവന ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വൈകല്യമുള്ള നേതാക്കൾ ആ സംഘടനയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ വളരെ പേരെടുത്ത് പറയുകയാണ്. MS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കുറിപ്പ് ഇതിന് RSSന്റെ നേതാവാണെന്ന് തോന്നുന്നു. കുറിപ്പ് എതിരായി അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പിനെതിരായി ഇദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ആ കുറിപ്പിനകത്തൊക്കെ പറയുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായി പറയുകയാണ്, ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണം ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി പല സംഘടനകളും ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതാണ് ഇതിന് കാരണം അദ്ദേഹം കുടുംബ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിലാണ് മരണപ്പെട്ടതായി കാണുന്നത്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ നേതാക്കൾ പീഡിപ്പിച്ചതിന് ഇരയായിരിക്കുന്ന ഒരാൾ സംസാരിച്ചപ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ കിട്ടിയിരിക്കുന്ന ഭർത്താവിൻ്റെ ജാതി വെച്ച് അതിനെ ലവ് ജിഹാദായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് BJP എന്താണ് ഉദ്ദേശിക്കുന്നത്? RSS എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരം ക്യാമ്പുകൾ, അതായത് ഒരുപാട് ക്യാമ്പുകൾ RSSന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ ക്യാമ്പുകളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം എല്ലാം കാണുന്ന ഒരു കാര്യമാണ് ഗണേശോത്സവം, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി. ഇത്തരത്തിൽ RSSന്റെ ഒരു വലിയ തരമായ അഴിമതികൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. ഈ അഴിമതികളുടെ പുറകിൽ ശാരീരിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പിഞ്ചു പൈതലിനെ പോലും വെറുതെ വിടാത്ത രാഷ്ട്രീയ സംഘടനകളുടെ ആദർശങ്ങളെ പിന്തുടരേണ്ട ആവശ്യകത ഇന്ന് നമുക്കുണ്ടോ? RSS എന്താ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അവർ അകത്ത് തന്നെ പണികൾ നടത്തുന്നുണ്ട്. NM ആരാണെന്ന് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്ന് നമ്മുടെ കേരളക്കാരെ ഒട്ടാകെ ചൂണ്ടുവിരൽ നീട്ടുകയാണ്. NM എന്ന് പറയുന്നയാൾ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. ഈ സത്യങ്ങളെല്ലാം പുറത്തു വരും. ഈ ഇത്തരത്തിലുള്ള മാനസിക ആരോഗ്യങ്ങളെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ആക്കി തീർക്കുകയും ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിക്കുന്നവരെ ആ കുടുംബത്തിൻ്റെ തന്നെ എല്ലാം ഇല്ലാതാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ RSSകാരനായിരിക്കാം. ഒരാൾ രാഷ്ട്രീയം ചൂസ് ചെയ്ത് അദ്ദേഹം രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകുമ്പോൾ ആ രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾ മാനസികമായി ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാനസികമായ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനല്ലേ ഒരു സംഘടന മുന്നോട്ട് വയ്ക്കേണ്ടത്? ആ സംഘടന ഇവിടെ എന്താണ് ചെയ്തത്? ആ സംഘടന തികച്ചും അസംബന്ധമായി, പച്ചയായി പറയുകയാണെങ്കിൽ തന്തയില്ലായ്മ തന്നെ ചെയ്തത് എന്ന് പറയാം. കാരണം ചെറുപ്രായത്തിൽ തൊട്ട് അദ്ദേഹം അനുഭവിച്ചു വന്ന ശാരീരിക പീഡനങ്ങളെക്കുറിച്ചായി അദ്ദേഹം പറയുന്നു, മാനസിക പീഡനങ്ങളെക്കുറിച്ച് പറയുന്നു. അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അവർക്ക് എന്താണ് ഇതിൽ നിന്ന് നേട്ടം കിട്ടുന്നത്? ഇത് ഞാനല്ല സംസാരിക്കേണ്ടത്, നിങ്ങളാണ് ഇതിനെതിരെ സംസാരിക്കേണ്ടത്. തികച്ചും ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും ഇതിൻ്റെ ദൈർഘ്യം വളരെ വലുതാണ്, ഇതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുമ്പോൾ മൂല്യമുള്ള നേതാക്കളാണോ ഇതിന് മുന്നിൽ നിൽക്കുന്നത് എന്ന്, അതോ ഇതുപോലെയുള്ള കാപട്യങ്ങളും മുഖംമൂടികളും അണിഞ്ഞ നേതാക്കളാണോ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ.